إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്ന കാര്യമാണ് അവൻ ഇടപഴകുന്ന അവന്റെ ചുറ്റുമുള്ള മറ്റുള്ള സൃഷ്ടികൾ അഥവാ മറ്റുള്ള മനുഷ്യർ, അത് അവന്റെ ഭാര്യയാവട്ടെ, മാതാപിതാക്കളാവട്ടെ, അയൽവാസികളാവട്ടെ, കുടുംബക്കാരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഇവരിലൊന്നും പരിപൂർണത ഒരാൾക്കും ഉണ്ടാവുകയില്ല എന്നുള്ളത്. അവനവനെ പോലെ തന്നെ എല്ലാ മികച്ച ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയായി എല്ലാവരും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും നല്ല ഗുണങ്ങളും അതുപോലെ തന്നെ ചില ന്യൂനതകളും കുറവുകളെല്ലാം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ ആ ചെറിയ തെറ്റുകളെയും കുറവുകളെയും അന്വേഷിച്ച് നടക്കുന്ന, അതിനെ ചികഞ്ഞു നോക്കുന്ന ആളുകൾ ചാരത്തിൽ ഊതുന്നവരെ പോലെയാണ്. അതുകൊണ്ടൊരു ഗുണവും അവർക്ക് ലഭിക്കാനില്ല. എന്നാൽ വിവേകമുള്ള ആളുകൾ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ തെറ്റുകളും ന്യൂനതകളും കുറവുകളുമെല്ലാം അവന്റെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുണ്ടാകുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന, അതിന് നേരെ കണ്ണടക്കുന്ന, അതിനെ അവഗണിച്ച് കളയുന്ന ആളുകളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കീങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടി, ചീത്ത വിളിക്കാൻ വേണ്ടി, ശപിക്കാൻ വേണ്ടി മുഹമ്മദ് എന്നതിന് പകരമായി മുദമ്മം എന്ന് വിളിക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവൻ, മുദമ്മം എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെടുന്നവൻ. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ പ്രതികരിച്ചത് നമുക്ക് കാണാം. സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തഅജബൂൻ കൈഫ യസ്രിഫു അല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വലഅനഹും. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ എങ്ങനെയാണ് ആ ഖുറൈശികൾ എന്നെ ചീത്ത വിളിക്കുന്നതിനെയും എന്നെ ശപിക്കുന്നതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കളഞ്ഞത് എന്ന്. എന്നിട്ട് പറഞ്ഞു, യശ്തിമൂന മുദമ്മമൻ വയൽഅനൂന മുദമ്മമൻ. അവരാക്ഷേപിക്കുന്നതും ചീത്ത വിളിക്കുന്നതും ശപിക്കുന്നതും മുദമ്മമിനെയാണ്. വഅന മുഹമ്മദുൻ, എന്നാൽ ഞാൻ മുഹമ്മദാണ് എന്ന്. അതെ, എല്ലാവിധ കാര്യങ്ങളിലേക്കും അതിന് ശ്രദ്ധ കൊടുത്ത് അവഗണിക്കേണ്ട കാര്യങ്ങൾ അവഗണിക്കാതെ, കണ്ണടക്കേണ്ട കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കാതെ പോയി കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം ഏറ്റവും ഇടുങ്ങിയതും ബുദ്ധിമുട്ടുള്ളതും ആകും. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും മഹത്തായ സ്വഭാവങ്ങളിൽ ഉലമാക്കൾ എണ്ണിയിട്ടുള്ള ഒന്നാണ് അത്തഗാഫുൽ, അഥവാ ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളത്, ചില കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കുക എന്നുള്ളത്. ഇമാം അഹ്മദ് പറഞ്ഞു, സൽസ്വഭാവത്തിന്റെ 10-9 അടങ്ങിയിരിക്കുന്നത് തഗാഫുലിലാണ്. ചില കാര്യങ്ങളെ കണ്ടില്ല എന്ന നിലക്ക് അതിനെതിരെ അശ്രദ്ധ കാണിക്കുന്നതാണ്. ചില ആളുകളുടെ ചെറിയ തെറ്റുകൾ, ചില ന്യൂനതകൾ, ചില കുറവുകൾ അത് കണ്ടില്ല എന്ന് നടിക്കല് മഹത്തായ സ്വഭാവ ഗുണമാണ്. അത് മാന്യമാരുടെ അടയാളമാണ്, മാന്യതയുടെ ലക്ഷണമാണ്. ആരാണോ ചെറിയ ചെറിയ ന്യൂനതകൾക്കും കുറവുകൾക്കും ഇതുപോലെ കണ്ണടക്കുന്നത്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നത്, അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം നേടാം. അതുപോലെ തന്നെ അടിമകളുടെ ഹൃദയത്തിൽ, മുഅ്മിനീങ്ങളായ അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല അവനോടുള്ള ഇഷ്ടം ഇട്ടുകൊടുക്കുകയും ചെയ്യും. ഇനി ഈ നിലയ്ക്ക് കണ്ണടക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു തെറ്റിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, മഫ്സദത്തുണ്ടാകുന്ന കാര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, അത് ഏറ്റവും നല്ല രീതിയിൽ അവധാനതയോടുകൂടി ഏറ്റവും നല്ല സൗമ്യമായി കൊണ്ടായിരിക്കും അവരതിനെ തിരുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണം പറയുന്നിടത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷം ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്.
10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്തിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഫമാ ഖാല ലീ ഉഫിൻ, ഒരു തവണ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നേരെ മുഖം ചുളിക്കുന്ന ഛേ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായിട്ടില്ല. വലാ ലിമ സനഅത, ഒരു തവണ പോലും എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. വലാ അല്ലാ സനഅത, നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞിട്ടില്ല എന്നത് തഗാഫുലുള്ള ആളുകളുടെ അടയാളമാണത്. സഹോദരങ്ങളെ, തഗാഫുൽ ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ എന്താണ്? അഥവാ ചില കാര്യങ്ങൾ, ആളുകളുടെ ചെറിയ ചെറിയ കുറവുകളെ, തെറ്റുകളെ, അബദ്ധങ്ങളെ, വാക്കിലോ പ്രവർത്തനങ്ങളിലോ സംഭവിക്കുന്ന ന്യൂനതകളെ അത് കണ്ടില്ല എന്ന് നടിക്കാതെ അതിന് പിന്നാലെ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവർ അത് ചികഞ്ഞു നോക്കും, അവർ മറ്റുള്ളവരെ രഹസ്യത്തിലേക്ക് എത്തി നോക്കും, അവർ ലജ്ജ കൊണ്ട് മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെ പരസ്യമാക്കും. അതുപോലെ തന്നെ അവർ നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദുനിയാവിൽ ഫസാദാകുന്ന, അവർ നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫസാദാകുന്ന, മഫ്സദത്തുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ്, കുഴപ്പമുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് അത് എത്തിച്ചേരുക. അല്ലാഹു തആല പറഞ്ഞത് എത്ര സത്യമാണ്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ, ചില ആളുകൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ നന്മയായിട്ടാണ് കാണുന്നത്, പക്ഷെ അവർ ചെയ്യുന്നതോ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളുമാണ്. സലഫുകളിൽപ്പെട്ട അഖ്റബുൻ സൈഫി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, മൻ ശദ്ദദ നഫറ, ആരാണോ പരുഷമായി കാര്യങ്ങളെ ഇടപഴകുന്നത്, എല്ലാ കാര്യത്തെയും ഇതുപോലെ വളരെ ഗൗനിച്ചുകൊണ്ട് എല്ലാ ചെറിയ തെറ്റുകൾക്ക് പിന്നാലെ പോകുന്ന, ആ നിലക്ക് പരുഷമായി ഇടപെടുന്ന ആരാണോ, നഫറ, അവനിൽ നിന്ന് ആളുകൾ ഓടിയകലും, അവനിലേക്ക് ആളുകൾ അടുക്കുകയില്ല. വമൻ തറാഖ തഅല്ലഫ, ആരാണോ സൗമ്യമായി കാര്യങ്ങളിൽ ഇടപഴകുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളെ വിട്ടുകളയുന്നത്, അവന്റെ അടുക്കിലേക്ക് ആളുകൾ അടുക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മഹത്വമായ സ്ഥാനവും സമാധാനം നിറഞ്ഞ ജീവിതവുമെല്ലാം തഗാഫുലിലൂടെയാണ് ലഭിക്കുക. അഥവാ ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതിലൂടെ കൂടെയാണ് ലഭിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു സ്വഭാവ ഗുണത്തിൽ, തഗാഫുൽ എന്നുള്ള സ്വഭാവ ഗുണത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ തഗാഫുൽ എന്നുള്ളത്, ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളത് എല്ലാ സന്ദർഭത്തിലും നിരുപാധികം ചെയ്യേണ്ട ഒരു കാര്യമല്ല. മഫ്സദത്തുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിനെതിരെ സംസാരിക്കുകയും അവന്റെ കഴിവനുസരിച്ച് മസ്ലഹത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനെ തടയുകയും ചെയ്യേണ്ടത് അവന്റെ ബാധ്യതയാണ്. വലിയ മഫ്സദത്തുകൾ ഉണ്ടാകുന്നത് അവൻ കണ്ടില്ല എന്ന് നടിക്കേണ്ടത് വലിയ കുഴപ്പങ്ങളില്ലാത്ത ചെറിയ ചെറിയ തെറ്റുകളും ചെറിയ ചെറിയ അബദ്ധങ്ങളും ന്യൂനതകളുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തഗാഫുൽ എന്ന സ്വഭാവ ഗുണമുള്ള ആളുകളെ ചില ആളുകളെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് അവർ വിഡ്ഢികളാണ്, അവർ കഴിവുകെട്ടവരാണ് എന്നാണ്. എല്ലാ കാര്യങ്ങളും തെറ്റുതിരുത്തുന്ന ആളുകൾ ഞങ്ങൾ മിടുക്കന്മാരാണെന്നും ചില ആളുകൾ ധരിച്ചു പോകാറുണ്ട്. അങ്ങനെയല്ല. തഗാഫുൽ എന്ന ഗുണം, ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ളത് അറിവുള്ളവരുടെയും മഹത്വമുള്ളവരെയും അടയാളമാണ്. അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വഭാവ ഗുണമാണ്, ഹിക്മത്തിന്റെ അടയാളമാണ്, ബുദ്ധിയുടെ അടയാളമാണ്, അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകിയതിന്റെ അടയാളമാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു കാണാം, അൽ കയ്യിസുൽ ആഖിൽ, ബുദ്ധിയുള്ള കഴിവുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹുവൽ ഫത്തിനുൽ മുതഗാഫിൽ, അവൻ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നവരും തഗാഫുലുള്ളവനുമാണ്. അഥവാ ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞത് കാണാം. ഇനി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഈ ഒരു സ്വഭാവ ഗുണം നമുക്ക് ആവശ്യമായി വരും. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 ഘട്ടങ്ങൾ. ഒന്നാമത്തേത് കുടുംബ ബന്ധങ്ങളുടെ ഇടയിലാണ്. കുടുംബ ബന്ധങ്ങൾ പോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിലും മറ്റുള്ള സാമൂഹിക ബന്ധങ്ങളിലെല്ലാം ആവശ്യമാണ്. പ്രധാനമായും കുടുംബ ബന്ധങ്ങളിൽ ഈ തഗാഫുൽ എന്നുള്ള സ്വഭാവ ഗുണം കാണണം. ചില കുടുംബക്കാരുടെ പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരങ്ങളിലോ മറ്റെന്തെങ്കിലും വിഷയത്തിലോ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാത്തത് കൊണ്ട് എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നിട്ടുള്ളത്, എത്രയെത്ര രക്തബന്ധങ്ങളാണ് മുറിഞ്ഞു പോയിട്ടുള്ളത്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നത്, യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരനെ തന്റെ ഒപ്പം നിർത്താൻ വേണ്ടി മറ്റുള്ള സഹോദരന്മാർക്ക് താൻ യൂസുഫ് ആണെന്ന് മനസ്സിലായിട്ടില്ല. തന്റെ സഹോദരനെ വ്യാജമായ ഒരു കളവ് കേസ് ഉണ്ടാക്കി തന്റെ സഹോദരനെ തന്റെ അടുത്ത് നിർത്തിയപ്പോൾ ബാക്കിയുള്ള സഹോദരന്മാർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് വന്നു പറഞ്ഞു, ഇൻ യസ്രിഖ് ഫഖദ് സറഖ അഖുൻ ലഹു മിൻ ഖബൽ, ഇവൻ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇവന് മുമ്പ് ഇവന്റെ സഹോദരനും അഥവാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമും കട്ടെടുത്തിട്ടുണ്ട് എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് നേരിട്ട് വന്ന് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി വലം യുബ്ദിഹാ ലഹും, യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ ഉള്ളിൽ തോന്നിയ കാര്യം വെളിവാക്കാതെ മറച്ചു വെച്ചു. ഖാല, തന്റെ മനസ്സിൽ പറഞ്ഞു, അൻതും ശർറും മകാന,
വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ, നിങ്ങളാണ് ഷർർ നിറഞ്ഞ സ്ഥാനത്തുള്ളത്, അള്ളാഹുവിനറിയാം നിങ്ങൾ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളത്. അതെ, അവിടെ പറയാമായിരുന്നു. പക്ഷെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിനൊരു പരിഗണന കൊടുക്കാതെ ആ വാക്കിനെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മനസ്സിൽ അവിടെ വെക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അനന്തര ഫലമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനവും മഹത്വവും പിന്നീട് ആ സഹോദരന്മാർ കണ്ടത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് കാണാം, അൽ ആഫിയതു അശറതു അജ്സാ. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ, രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ജുസ്ഉകളാണ്, 10 ഇനങ്ങളാണ്. കുല്ലുഹാ ഫി തഗാഫുൽ, അതെല്ലാം ലഭിക്കുന്നത് തഗാഫുലിലൂടെയാണ്. ആഫിയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ലഭിക്കുന്നത് ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതിലൂടെയാണ്. രണ്ടാമത്തെ ഘട്ടം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ തഗാഫുൽ എന്ന സ്വഭാവ ഗുണം കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, ഇണകൾക്കിടയിൽ. അവർക്കിടയിൽ ഈ ഗുണമില്ല എങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുകയില്ല. പല കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കാരണത്താൽ ഈ ഒരു ഗുണമില്ലാത്തതിന്റെ പേരിൽ എത്രയെത്ര ദാമ്പത്യ ജീവിതമാണ് തകർന്നിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഈ തഗാഫുൽ എന്നുള്ള സ്വഭാവ ഗുണമുണ്ടായ മഹത്തായ ഒരു സന്ദർഭം ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി ഇറക്കിക്കൊണ്ട് ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചിട്ടുണ്ട്. സൂറത്ത് തഹ്രീമിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയുമായി സംസാരിച്ച ചില രഹസ്യങ്ങൾ ആ ഭാര്യ മറ്റൊരു ഭാര്യയെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ ഈ മറ്റേ ഭാര്യ ഈ കാര്യങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അങ്ങനെ അല്ലാഹു തആല പറയുകയാണ്, ഫലമ്മാ നബ്ബഅത് ബിഹി വഅദ്ഹറഹു അല്ലാഹു അലൈഹി അറഫ ബഅദഹു വഅറദ അൻ ബഅദ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിന് ഈ ആദ്യത്തെ ഭാര്യയാണ് ഇതെല്ലാം അറിയിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ആ ഭാര്യയോട്, ഈ കാര്യങ്ങൾ പറഞ്ഞ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി സംസാരിച്ചു. അതിൽ അല്ലാഹു അറിയിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല, പ്രധാനപ്പെട്ട ആക്ഷേപിക്കേണ്ട അല്ലെങ്കിൽ തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു. മറ്റു ചില ചെറിയ ചെറിയ തെറ്റുകൾ ഒഴിവാക്കുകയും ചെയ്തു. ഈ ആയത്തിന്റെ തഫ്സീറിൽ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, മാ സാലത് തഗാഫുൽ മിൻ ഫിഅലിൽ കിറാം അലി മിൻ ഫിഅലിൽ കുബറാ. ഈ തഗാഫുൽ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ല എന്ന് വെച്ചതാണ്. ചെറിയ ചെറിയ തെറ്റുകളെ തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു, ബാക്കിയുള്ളത് അറിഞ്ഞിട്ടും അത് വേണ്ട എന്ന്, അത് പറഞ്ഞില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ്. സുഫിയാൻ അസ്സൗരി പറയുകയാണ്, തഗാഫുൽ എന്നുള്ള ഗുണം അത് മാന്യന്മാരുടെ, വലിയ വലിയ ആളുകളുടെ സ്വഭാവ ഗുണമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരുന്ന് അവരുടെ ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞ സന്ദർഭം ഉദ്ധരിക്കുന്ന ഹദീസ് ഉമ്മു സറ എന്ന വിശാലമായ ഒരു ഹദീസിൽ ഒരു ഭാഗത്ത് ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ പറ്റി പറയുന്നുണ്ട്, വലാ യൂലിജുൽ കഫ് ലിയഅലമൽ ബസ്. അദ്ദേഹം ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി കാര്യങ്ങളിലേക്ക് കൈയിട്ട് നോക്കില്ല എന്നുള്ളത്. അതായത് മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളും അന്വേഷിച്ച് അതിന്റെ പിന്നാലെ നടക്കാത്ത ആളാണ് തന്റെ ഭർത്താവ് എന്ന് ഒരു ഭാര്യ നല്ല ഗുണമായിക്കൊണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് ആ ഭാര്യ പറയുന്നുണ്ട്. തഗാഫുൽ എന്നുള്ള സ്വഭാവ ഗുണം ദാമ്പത്യ ജീവിതത്തിൽ ഇണകൾക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, ഈ തഗാഫുൽ എന്നുള്ള ഗുണം നമുക്കുണ്ടായിരിക്കേണ്ടത് നമ്മുടെ മക്കളെ തർബിയത്ത് നൽകുന്നതിലാണ്. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തുന്ന മേഖലയിലാണ്. മക്കളെ തർബിയത്ത് ചെയ്യുന്നിടത്ത് മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് ഈ ഗുണമില്ല എങ്കിൽ അവരുടെ തർബിയത്ത് മോശമായി തീരും. ആ മക്കളിൽ കാണുന്ന എല്ലാ ചെറിയ ചെറിയ തെറ്റുകൾക്കും ചെറിയ ചെറിയ വീഴ്ചകൾക്കും അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ നിരൂപണം ചെയ്തുകൊണ്ടും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുമാണ് മക്കളെ തർബിയത്ത് ചെയ്യുന്നത് എങ്കിൽ ഉപ്പാക്ക് മകനിൽ നിന്നുണ്ടാകേണ്ട ഒരു ഹൈബത്തുണ്ട്, ഒരു ആദരവുണ്ട്, ഒരു ബഹുമാനമുണ്ട്. ആ മറ നീങ്ങിപ്പോകും. എല്ലാ തെറ്റുകൾക്കും ചെറിയ ചെറിയ ഒഴിവാക്കേണ്ട, കണ്ടില്ല എന്ന് നടിക്കേണ്ട കാര്യങ്ങളുടെ പിന്നാലെയും പോവുകയാണ് എങ്കിൽ ആ ഉപ്പാനോടുള്ള ബഹുമാനം ആ മകനിൽ നിന്ന് ഇല്ലാതാകും. ആ മകൻ ഉപ്പാനോട് തർക്കിക്കുന്ന അവസ്ഥ വരും. ലജ്ജ കാരണത്താൽ അവൻ മറച്ചു വെച്ചിരുന്ന പല തെറ്റുകളും ആ ഉപ്പാന്റെ മുമ്പിൽ പിന്നീട് പരസ്യമായി ചെയ്യുന്ന അവസ്ഥയിലെത്തുന്ന ഘട്ടം വരെ വരും എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താൻ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അഥവാ ചില കാര്യങ്ങളെ, ചെറിയ ഉപദ്രവമില്ലാത്ത തെറ്റുകളെയും കുറ്റങ്ങളെയും കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളത് തർബിയത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഗുണത്തെ അറിയിക്കുന്ന മഹത്തായ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാവുക, അതിനെ മുറുകെ പിടിക്കുക, അത് ജീവിതത്തിലുള്ളവനാവുക. വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൽപ്പിക്കുക. വഅരിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്ത ആളുകളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله
സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട മഹത്തായ ഗുണമായ അല്ലെങ്കിൽ സൽസ്വഭാവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റെല്ലാ ഗുണങ്ങളിലും അടങ്ങിയിരിക്കുന്ന തഗാഫുൽ എന്നുള്ള ഈ സ്വഭാവം, അഥവാ ചില കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുക, അതിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന നിലയ്ക്ക് അവഗണിക്കുക എന്നുള്ളത് മഹത്തായ ഗുണമാണ്. നമ്മുടെ സലഫുകൾ അതിന് മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സഹാബികളുടെ ജീവിതത്തിലും സലഫുകളുടെ ചരിത്രങ്ങളിലും ധാരാളം ഉദാഹരണങ്ങൾ അതിന് കാണാൻ സാധിക്കും. അതിലൊരു സംഭവം ഹാത്തിം അൽ അസം റഹിമഹുള്ളയുടെയാണ്. അൽ അസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദിരൻ, ചെവി കേൾക്കാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ ഹാത്തിം റഹിമഹുള്ളക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം അബു അലി ദഖാഖ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ജാഅത് ഇംറഅത്തുൻ ഫസഅലത് ഹാത്തിമൻ അൻ മസ്അല. ഒരിക്കൽ ഒരു സ്ത്രീ ഹാത്തിം റഹിമഹുള്ളയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഒരു മസ്അലയെ സംബന്ധിച്ച് ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ആ ചോദിക്കുന്ന സന്ദർഭത്തിൽ, ആ ചോദ്യത്തിന്റെ ഇടയിൽ ഫത്തഫഖ അന്നഹു ഖറജ മിൻഹാ സൗതുൻ ഫീ തിൽകൽ ഹാല. ആ സ്ത്രീ ആ ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ സ്ത്രീയിൽ നിന്ന് കീഴ്വായി പോവുകയും ഒരു ശബ്ദം ഉണ്ടാവുകയും ചെയ്തു. ഫഖജിലത്. ആ സ്ത്രീക്ക് വളരെ നാണക്കേട് തോന്നി. ഹാത്തിം കേട്ടിട്ടുണ്ടാകുമെന്നുള്ളത്. ഫഖാല ഹാത്തിം. ആ ചോദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാത്തിം റഹിമഹുള്ള തിരിച്ചു പറഞ്ഞു, ഇർഫഇ സൗതക്, നിന്റെ ശബ്ദം നീ ഉയർത്തി ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞു. ഫൗഹമഹ അന്നഹു അസം. അദ്ദേഹം ആ സ്ത്രീയെ തോന്നിപ്പിച്ചു, എനിക്ക് ചെവി കേൾവി കുറവാണ് എന്ന്, എനിക്ക് ചെവി ശരിക്ക് കേൾക്കാത്തവനാണ് എന്ന് ആ സ്ത്രീയെ തോന്നിപ്പിച്ചു. ഫസുറത്തിൽ മർഅതു ബിദാലിക്. ആ പെണ്ണിന് അത് കേട്ടപ്പോൾ സന്തോഷമായി. ആ പെണ്ണ് ഒപ്പമുള്ളവരോട് പറഞ്ഞു, ഇന്നഹു ലം യസ്മഅ സൗത്ത്. ഹാത്തിം റഹിമഹുള്ള ശബ്ദം കേട്ടിട്ടില്ല, അഥവാ ആ സ്ത്രീയിൽ നിന്നുണ്ടായ, ആ സ്ത്രീക്ക് നാണക്കേടുണ്ടാക്കുന്ന ശബ്ദം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ അസർ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്, വഹാദ തഗാഫുൽ നിസ്ഫുൽ ഫുതുവ. ഈ തഗാഫുൽ എന്നുള്ള സൽ സ്വഭാവം, ഈ സ്വഭാവ ഗുണം പുരുഷത്വത്തിന്റെ പകുതിയാണ് എന്നുള്ളത്, ഒരാളുടെ പുരുഷത്വത്തിന്റെ പകുതിയാണ് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം ഈ അസർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇടപഴകുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലാവട്ടെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലാവട്ടെ, മക്കളുമായി ഇടപഴകുന്നതിലാവട്ടെ, ഏത് മേഖലയിലും ഈ ഒരു ഗുണം നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അത് ബുദ്ധിയുള്ളവരുടെയും ഹിക്മത്തുള്ളവരുടെയും അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ചവരുടെയും അടയാളമാണ്. ഈ ഗുണമുള്ളവർ സൽസ്വഭാവത്തിന്റെ ഉടമകളായി തീരുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.